ഹലോ! വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് കൊല്ലം ആശ്രമം മൈതാനത്താണ്. ഒരുപാട് നാളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. കാരണം ഓണത്തിൻ്റെ ആ ഒരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. കാരണം പുതുതായിട്ട് 2 സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ടൈറ്റാനിക്കും ഗുണ കേവും. അങ്ങനെ അത് കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ദേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ചാർജ് വന്നിട്ട് 100 രൂപയാണ്. 3 വയസ്സിന് മേലെയുള്ള കുഞ്ഞു മക്കൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് ദേ ഞങ്ങൾ കപ്പലിൻ്റെ അകത്ത് കയറുകയാണ്. കപ്പലിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഒറിജിനലായിട്ടൊരു കപ്പലിൻ്റെ അകത്ത് കയറുന്ന ഒരു ഫീലാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ് ഇവിടുത്തെ ഈ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതൊക്കെ നിങ്ങളിവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. വീഡിയോയെക്കാളും കുറച്ചും കൂടെ നേരിട്ട് വന്ന് കാണണം. എന്നാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവൂ കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഓരോന്ന് കണ്ട് കണ്ട് പോവുകയാണ്. പിന്നെ എന്താ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ടൈറ്റാനിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ ജാക്കും റോസും തമ്മിലുള്ള സംഭാഷണമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ നടക്കുമ്പോൾ ഒറിജിനലായിട്ട് നമ്മൾ ടൈറ്റാനിക് കപ്പലിൻ്റെ അകത്താണ് എന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ദേ മേലെ കയറി വരുമ്പോൾ പിന്നെ കപ്പൽ ഒട്ടിക്കുന്ന ആളുടെ ആ ഒരു റൂമൊക്കെ കാണാൻ പറ്റി. നമുക്കിവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കറക്കി കളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ താഴേക്ക് പോയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ഇനി സംസാരിച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല. നിങ്ങൾ നേരിട്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ടൈറ്റാനിക് കപ്പലിൻ്റെ എൻഡിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ജാക്കിൻ്റെയും റോസിൻ്റെയും ഒരു മോഡൽ ഡ്രസ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്നുണ്ട്. അവർ ആ ഡാൻസ് കളിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സാണിത്. അപ്പം അതോടുകൂടി നമ്മുടെ ടൈറ്റാനിക് കപ്പലിൻ്റെ ആ ഒരു ഇതൊക്കെ ഇവിടെ വെച്ച് തീരാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഗുണ കേവാണ് കേട്ടോ.
അങ്ങനെ ദേ നമ്മള് ഗുണ കേവിലോട്ട് കേറാൻ പോവാണ്. അപ്പൊ ഇവിടെയും അതേപോലെ അവര് സെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കേറുന്ന എൻട്രൻസിന്റെ അവിടെയായിട്ട് ഒരു വലിയ വവ്വാലിനെയും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സിനിമയിൽ കണ്ട പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് കേറുമ്പോൾ നമ്മൾ ടൈറ്റാനിക്കിൽ കേറിയ പോലെ തന്നെ ഈ ഗുണ കേവിൽ കേറുമ്പോൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു സിനിമയിലെ ഡയലോഗും പാട്ടും പിന്നെ മറ്റേ കമലഹാസൻ സാറ് പറയുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഒറിജിനൽ ആയിട്ടൊരു ഗുഹയ്ക്കകത്ത് കയറിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഇതും ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഗുണ കേവ് കണ്ട് ദേ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ സ്റ്റോളുകളാണ് കേട്ടോ. പിന്നെ ഗുണ കേവിൻ്റെ അകത്ത് അവർ വേറൊരു സംഗതിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞ് ഫൗണ്ടെയിൻ ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല, കാരണം എല്ലാം അങ്ങ് കാണിച്ച് ആ ഒരു ഗുമ്പ് പോകും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും നേരിട്ട് വന്ന് കാണാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ദേ ഇതേപോലത്തെ ഹൽവ ഷോപ്പ്, ടോയ്സ്, ഡ്രസ്സ്, പിന്നെ പാത്രം, അങ്ങനെ കുറച്ച് സ്റ്റോളുകളാണ് പിന്നെ അങ്ങോട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് വന്നിട്ട് വർക്കിംഗ് ഡേയ്സിൽ വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 9:30 വരെയും ഹോളിഡേയ്സിൽ വൈകിട്ട് 3 മണി തൊട്ട് രാത്രി 9:30 വരെയാണ് ടൈമിംഗ് വന്നിട്ട്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ദേ ഈ ഒരു സംഭവം കണ്ടത്, ഗോസ്റ്റ് ഹൗസ്. അപ്പോൾ ഇവിടെ കയറാൻ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. പിന്നെ പൊതുവേ എനിക്ക് ഈ വക സംഭവം അത് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറിയില്ല. ഏട്ടന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഈ ഒരു പ്രശ്നം കാരണം കയറിയില്ല. പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കളിച്ചു. അപ്പം കഴിഞ്ഞ ഫെസ്റ്റിന് വന്നപ്പോഴും നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു പാത്രമാണ് കിട്ടിയത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കളിച്ച് കിട്ടിയതൊരു എന്താ പറയുക, കുടുക്കയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ട് ദേ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഈ ജയന്റ് വീലും ബാക്കി സംഭവങ്ങളൊന്നും വർക്കിംഗ് അല്ലായിരുന്നു, കാരണം നമ്മൾ വന്ന സമയം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം അവർ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ എല്ലാം ഓരോന്നിങ്ങനെ വീണ്ടും നോക്കി 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 നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.